ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ തുടങ്ങിയാൽ അത് കുറച്ച് പച്ച പിടിച്ചാൽ, കുറച്ച് വരുമാനമൊക്കെ വന്നു തുടങ്ങിയാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് മൂലധനത്തിൽ കൈയിട്ട് വാരുക എന്നുള്ളത്. ബിസിനസ്സിൽ ഒരുപാട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഒരുപാട് പണം വരും, നല്ല വരുമാനം വരും. അപ്പോൾ അങ്ങോട്ട് ചിലരുടെ കണ്ണ് മഞ്ഞളിക്കും. അവർ വിചാരിക്കും, ഓ ഇത്രയും പൈസ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇതെടുത്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നടത്തിക്കൂടെ, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു പൊളിച്ചുകൂടെ, ഒന്ന് ആഘോഷിച്ചുകൂടെ. പൈസ കൊടുക്കേണ്ട സമയമാകുമ്പോൾ, പൈസയുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം പൈസ എന്ന് വിചാരിക്കും. പക്ഷേ വിചാരിച്ച പോലെ ഈ പൈസ തിരിച്ച് അവിടെ വെക്കാനായിട്ട് കഴിയില്ല. അവസാനം ആവശ്യം വരുന്ന സമയത്ത് പൈസ ഇല്ലാതെ കഷ്ടപ്പെടും, ബിസിനസ് തകർന്നു പോകും. പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങി സിനിമ നിർമ്മാണം വരെ ചെയ്ത് പാപ്പരായ ആളുകളുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ വരുമാനം വന്നാൽ, എത്ര നല്ല വരുമാനമാണെങ്കിലും ആ വരുമാനം മുഴുവൻ അടിച്ചു പൊളിക്കാനുള്ളതല്ല. അതിൽ മൂലധനമുണ്ട്. മൂലധനം എന്ന് പറഞ്ഞാൽ ആദ്യം മുടക്കിയ ആ മൂലധനം മാത്രമല്ല, ബിസിനസ് വളരുന്നതിനനുസരിച്ച് ബിസിനസ്സിൽ മൂലധനം വർദ്ധിപ്പിക്കണം. സ്റ്റാർട്ടപ്പ് വികസിക്കുന്നതിനനുസരിച്ച് മൂലധനം വർദ്ധിപ്പിക്കണം. അപ്പോൾ മൂലധനമുണ്ട്, എമർജൻസി ഫണ്ട് അത് വേണം, ബിസിനസ് എക്സ്പാൻഷന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന്റെ എക്സ്പാൻഷന് പണം വേണം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പണം വേണം. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സിൽ കിട്ടുന്ന ഈ പണം അല്ലെങ്കിൽ പണം കുന്നുകൂടുമ്പോൾ അതിനൊക്കെ ആവശ്യക്കാരുണ്ട്. അത് മുഴുവനും ഒറ്റയ്ക്ക് അങ്ങോട്ട് എടുത്ത് ചെലവാക്കി കളയാനുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് ആകെ എടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ന്യായമായ ഒരു ശമ്പളം, അത് മാത്രം. ബാക്കിയുള്ള പണം അതാത് കാര്യങ്ങൾക്ക് വേണ്ടി അലൊക്കേറ്റ് ചെയ്യുക. മൂലധനം വർദ്ധിപ്പിക്കുക, എമർജൻസി ഫണ്ട് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എക്സ്പാൻഷന് വേണ്ട പണം കണ്ടെത്തുക, റോ മെറ്റീരിയൽസിന് വേണ്ട പണം കണ്ടെത്തുക, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കണമെങ്കിൽ അതിനു വേണ്ട പണം കണ്ടെത്തുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ സുലഭമായിട്ട് നടത്തുക, ശമ്പളം മാത്രം എടുക്കുക. ഇങ്ങനെ ഒരു അച്ചടക്കം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കും. നിങ്ങളുടെ വളർച്ചയെ തടുക്കാൻ ആർക്കും, അത് നിങ്ങൾക്ക് തന്നെയാണെങ്കിലും, കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.